Hello, good morning. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. Have a fantastic positive day. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതിൻ്റെ അതിനൂതന സാധ്യതകളെ പറ്റിയൊക്കെ പഠിക്കുക. ആ സന്ദർഭത്തിൽ എനിക്കുണ്ടായൊരു തോന്നൽ, ഈ കമ്പ്യൂട്ടറൈസേഷൻ ഇന്ത്യയിൽ നടന്നു വരുമ്പം ഞാൻ സർവീസ് നിങ്ങൾക്കറിയാമല്ലോ, അന്ന് ഞങ്ങൾക്കൊക്കെ കമ്പ്യൂട്ടർ ട്രെയിനിങ് തന്നു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. അങ്ങനെയൊക്കെ ചെയ്ത് തന്നപ്പം ഞാൻ അത്ഭുതത്തോടെ നോക്കി കാണുന്നത്, അതിലൊരുപിടി ആളുകൾ അതിൽ പ്രാവീണ്യം നേടി, മറ്റുള്ളവർക്ക് അത് കഴിഞ്ഞില്ല. പിന്നെ അവരോരോരോ എക്സ്ക്യൂസസ് പറഞ്ഞു. ആ പറഞ്ഞ ആളുകൾ, നമുക്കറിയാം, ഡ്രൈവിംഗ് പഠിക്കാത്ത ഗൃഹനാഥൻ കുടുംബമായിട്ട് പോകുമ്പം ഒരു ഡ്രൈവറെ വിളിച്ചിരുത്തി പോകണം. അപ്പോൾ അവരുടെ സ്വകാര്യതയ്ക്ക് നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. അത് മൂന്നാമത്തെ വണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് കമ്പ്യൂട്ടർ മതിയാർത്ഥത്തിൽ പഠിക്കാത്ത ഓഫീസർമാർ ഒത്തിരി പേര് കുഴപ്പത്തിലും പെട്ടിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ഒട്ടനവധി പേരെ അവരുടെ ആ ഒരു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശോധനാ വേളയിൽ എനിക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം അവർ ഇന്നസെൻ്റാണെന്ന്, പക്ഷേ തെളിവുകൾ, റെക്കോർഡുകൾ മുഴുവൻ അവർക്കെതിരാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഞങ്ങൾക്കിപ്പോൾ വലിയൊരു ഓഫീസറായിരിക്കുന്ന ആൾ പോലും ഒരു വലിയ കേസിൽ പെട്ടു. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേയ്മെൻറ്റ് ഞാൻ എൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമായിരുന്നു സ്വന്തം നിലയിൽ. അപ്പോൾ എൻജിനീയറൊക്കെ പറയാം, അതൊക്കെ അവർക്ക് ഡെയിലി വേജസൊക്കെ അല്ലേ, അല്ലെ ടെമ്പററിക്കായ ഒരു സാറെന്ന് നിൽക്കും, ഞങ്ങളറിയാം. ഞാൻ പറഞ്ഞോ, ഞാൻ എൻ്റെ സൈറ്റ് പൂട്ടിയിട്ടേ പോകത്തുള്ളായിരുന്നു. തിരിച്ച് ഞാൻ തുറന്നു കൊടുക്കും. 1,48,000 രൂപ, 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം രൂപ വേജസ് കൊടുക്കുമ്പോൾ ഞാനത് മുഴുവൻ ചെക്ക് ചെയ്യും. ഒരു ഉച്ച കഴിഞ്ഞിട്ട് 3 മണിയാകുമ്പോൾ വിളിച്ചിരുത്തിയാൽ 6-6:30 വരെ ഓരോ പേയ്മെൻറ്റും അക്കൗണ്ട് ഞാൻ തന്നെ ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ അവർ ചോദിക്കുന്നതിൻ്റെ ആവശ്യം എന്താ സാറേ? ഞാൻ പറഞ്ഞിട്ടോ, എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല. ഒരു ദിവസം ഇതിൽ നിന്ന് 5 ലക്ഷം 10 ലക്ഷം പോയാൽ, ഹായ് ഗുഡ് മോർണിംഗ്, എൻ്റെ ജോലി പോകത്തില്ലേ? ഇപ്പോൾ കോട്ടയം മുനിസിപ്പാലിറ്റി നടന്ന അത് തന്നെ സംഭവം. ഓരോ സെക്രട്ടറി ആയിരിക്കുമ്പം എന്നോട് അവർക്ക് ദേഷ്യമാണ്, ഞങ്ങളെന്നെ നുണ പറയൂ. പക്ഷേ പറഞ്ഞേക്കാം, സർക്കാർ പറയുന്നുണ്ട്, ഏതൊരു ഉദ്യോഗസ്ഥൻ പേയ്മെൻറ്റ് നടത്തുന്നോ അതിനു മുമ്പ് എത്രയെല്ലാം ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചാലും പേയ്മെൻറ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥനായിരിക്കും അതിൻ്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് ഞാനത് ചെയ്തു. ഇപ്പോൾ ഈ കോട്ടയം മുനിസിപ്പാലിറ്റി ഇപ്പം 17ഓളം പേര് സസ്പെൻഷനാകുമെന്ന് തോന്നുന്നു. കേസായി, പലർക്കും ജോലി പോവും. ഒരു ക്ലർക്ക് കോടിക്കണക്കിന് രൂപ അവൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നതിൽ വീഴ്ച വന്നു. വീഴ്ച വരുമ്പം വന്ന എല്ലാവരെയും എടുക്കും. അതുപോലെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ടോപ്പസ്റ്റ് ഫേസറാണ്, ലാസ്റ്റ് വേർഡാണ്. പക്ഷേ അദ്ദേഹവും പോവും, കാരണം അദ്ദേഹമാണല്ലോ ഈ പേയ്മെൻറ്റ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു പോകുക, നമ്മൾ അത്രയും ശ്രദ്ധ അന്ന് വേണ്ടി വന്നു. പക്ഷെ ഇന്നെന്താ സ്ഥിതി? അതും കടന്ന് അതിനൂതനമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിരിക്കുക. ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇടണമെങ്കിൽ വെറും നിസ്സാരമാണ്. ഞാനീ ചെയ്യുന്ന എൻ്റെ ഒരു വീഡിയോയുടെ ഒരു തന്തു കിട്ടിയാൽ മതി, അവർക്ക് അത് ഹെൽപ്പ് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈ കാണിക്കുന്നത്. എന്നാ എൻ്റെ ഹസ്തരേഖ മാറ്റാൻ ആർക്കും പറ്റത്തില്ല. അത് ഡ്യൂപ്ലിക്കേറ്റാണ്, പിടിക്കുക. നമ്മുടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫങ്ഷനിൽ പങ്കെടുത്തു. അവിടെ ചെന്നപ്പം 2-3 തരം കുട്ടികളെയാണ് കണ്ടത്. ഇപ്പം ഈ മൊബൈൽ ഉപയോഗമൊക്കെ വീടുകളിൽ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുക.
ടി വി കാഴ്ച കുറപ്പിച്ചിരിക്കുക. ടാബ് കൊടുക്കുന്നില്ല. ഇതൊക്കെ കൊടുത്താൽ അതിന് കുഴപ്പം വരുമെന്ന് ആരോ പറഞ്ഞു പോലും, എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കുഴപ്പം പറ്റി. ശാസ്ത്രത്തിൻ്റെ ഈ തടസ്സപ്പെടുത്തലുകൊണ്ട് അവരുടെ അറിവ് വേണ്ടത്ര ഉയരുന്നില്ല. വേറെ ചില മാതാപിതാക്കൾ അവർക്ക് നല്ല നല്ല ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കുക, വായനയെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പം കുറേയൊക്കെ അവർക്ക് കിട്ടും. എന്നിരുന്നാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ അങ്ങ് കയറിപ്പോയി. അത് നിങ്ങളുടെ കുട്ടികൾ ചെറുപ്പത്തിലേ പഠിച്ചു വരേണ്ട കാര്യമാണ്. അപ്പം ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങൾ, മൊബൈൽ ഫോണാകട്ടെ, ടാബാകട്ടെ, ലാപ്ടോപ്പാകട്ടെ, ഡെസ്ക്ടോപ്പാകട്ടെ, അത് പഠിക്കാൻ അവസരം അവർക്ക് കൊടുക്കണം, ഉപയോഗിക്കാൻ കൊടുക്കണം. ഒരമണിക്കൂർ നിങ്ങളുടെ സാന്നിധ്യത്തിൽ. അതിനുശേഷം അത് വാങ്ങിച്ച് അഡിക്ഷനൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യും. പക്ഷേ അത് അവരെ ഉപയോഗിക്കാൻ പഠിപ്പിക്കണം. അതുപോലെ സിനിമകൾ കാണിക്കണം. ഈ നാട്ടിൽ നടക്കുന്നൊന്നും ചെറുപ്പത്തിലേ അവർ പഠിക്കണ്ട, അവർ കാണണ്ട എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരല്ലേ. അവർ കാണണം, പഠിക്കണം, അതിനെ പ്രതിരോധിക്കാനും പഠിക്കണം. അത് നമുക്ക് നല്ലതല്ല എന്നൊരു ചിന്താവീതി അവൻ്റെ മനസ്സിൽ വരണം. അതുകൊണ്ട് സിനിമ കാണാൻ പോകുമ്പം കുട്ടികളെ കാണിക്കാതിരിക്കരുത്, പാട്ടുകൾ കേൾപ്പിക്കാതിരിക്കരുത്. ഇതെല്ലാം അടങ്ങുന്നതാണ് ജീവിതം. ഇത് ഞാൻ പറയാൻ കാര്യം, പല ക്ലാസ്സുകളിലും പല സ്ഥലത്തും ഇപ്പം ഞാൻ തന്നെ എവിടെയെല്ലാം പോകുന്നു, പ്രസംഗിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് 2-3 തരം കുട്ടികളെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, നമ്മൾ മൊബൈൽ അഡിക്ഷനായി അവൻ്റെ തലച്ചോറ് പോകും, കണ്ണുപോകും എന്ന് പറയുന്ന കുട്ടികളും, എന്നാൽ നിയന്ത്രിതമായ അളവിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ലാബും ടാബും ഒക്കെ ഉപയോഗിക്കുകയും മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ ചെയ്യുന്നവരും വേറൊരു വിഭാഗവും, വേറെ ഇതൊന്നും ഇല്ലാത്തൊരു വിഭാഗവും. 3 എടുക്കുമ്പോൾ ഉണ്ടല്ലോ സങ്കടം വരും. ഈ 3ാമത്തെ വിഭാഗം അവർ മൊബൈൽ ഫോൺ കണ്ടാൽ കണ്ണ് പോവും, തലച്ചോറ് കേടാവും, അഡിക്ഷനാവും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട്, അത് ഈ യൂട്യൂബിൽ വരുന്ന ഇതൊക്കെ അങ്ങനെ ചെയ്യുമ്പം ആ കുഞ്ഞുങ്ങൾക്ക് അറിവില്ല. നല്ല കുട്ടികൾ അവർ ഓടും ചാടും ഫിസിക്കൽ, പക്ഷെ മെൻ്റലി they are not too developed. They are developed but not too developed. അതിന് വേണ്ടത് ഈ ശാസ്ത്ര സാങ്കേതിക ഉപകരണത്തെപ്പറ്റി അവർക്ക് നല്ല ബോധ്യം വരുത്തി കൊടുക്കണം. മാതാപിതാക്കളുടെ അല്ലെ ഗ്രാൻഡ് പേരൻസിൻ്റെ നിയന്ത്രണത്തിൽ ചെയ്യണം, കൊടുക്കാതിരിക്കരുത്. ഞാൻ പറഞ്ഞതിൻ്റെ പോസിറ്റീവ് സെൻസ് നിങ്ങൾ എടുക്കണം. ചില കല്യാണത്തിനൊക്കെ ചെന്നാൽ കുഞ്ഞിങ്ങനെ വീഡിയോ, അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിലേക്ക് ഭക്ഷണം തള്ളിക്കയറ്റുക. ശരിയാണോ തെറ്റാണോ? ഭയങ്കര തെറ്റാണ്. ഭക്ഷണം ടേസ്റ്റ് അറിഞ്ഞ് വേണം കുട്ടി കഴിക്കാൻ, അത് ചെയ്യാൻ പാടില്ല. അതുപോലെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി TV വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വെച്ച് കൊടുക്കുക, തെറ്റാണ്. പക്ഷെ അവൻ അറിഞ്ഞിരിക്കണം. നമുക്ക് അറിവ് കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണ്? സാധാരണ പത്രം വായിക്കുമ്പോൾ കുറേ അറിവ് കിട്ടും. ഇപ്പം പത്രം വായിച്ചാൽ മോശമാണ്, വളരെ സബ്സ്റ്റാൻഡേർഡാണ്. TV ന്യൂസ് കേൾക്കുമ്പം ഒരു തരത്തിലും കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് TV ഒക്കെ വന്നിരിക്കുന്നത്. പണ്ട് പ്രസിദ്ധീകരണം എന്നൊക്കെ പറഞ്ഞാൽ ചാനലുകളൊക്കെ മായായി മാറി. ഒരാക്സിഡൻറ്റിൽ ഒരാൾ മരിച്ചാൽ, ഒരാക്സിഡൻറ്റിൽ അല്ലെ ഒരു വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ശരി. ഒരു വാഹനാപകടത്തിൽ ഒരു സ്ത്രീ ചതഞ്ഞരഞ്ഞു മരിച്ചു, പിൻവാൽവേലുകൾ കയറി ഇറങ്ങി മരിച്ചു, പറ്റുമെങ്കിൽ വിഷനും കൂടെ കാണിക്കും. എന്തൊരു കഷ്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ മനസ്സിലേക്ക് ഇത് എന്തുമാത്രം ഭീതിയാണ് വിളിച്ചോദിക്കും. അപ്പം ഒരു സ്റ്റാൻഡേർഡൈസേഷൻ, കേരളത്തിലെ ജനങ്ങൾ എഡ്യൂക്കേറ്റഡാണ്, കൾച്ചർഡാണ്, ശരിയാണ്. പക്ഷേ ഇവിടുത്തെ ചാനലുകൾ, ന്യൂസ് പേപ്പറുകളൊക്കെ ഇപ്പോഴും നമുക്ക് തരുന്ന ഭക്ഷണം വളരെ മോശം ഭക്ഷണമാണ്.
ഒരു ദിവസം ഞാൻ ന്യൂസ് കാണാൻ വേണ്ടി കുട്ടികളെ ഇരുത്താൻ ശ്രമിച്ചു. 5 മിനിറ്റ് ഞാൻ TV ഓഫ് ചെയ്തു. കാരണം അതിൽ നിന്ന് വരുന്ന ഭാഷ വളരെ മോശമാണ്. തെറി പച്ചയ്ക്ക് പറയുന്നില്ലെന്നുണ്ട്, അതിലും മോശമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗുഡ് മോർണിംഗ്, നമ്മുടെ പത്രമാധ്യമങ്ങൾ, TV-കൾ, അതുപോലെ തന്നെ മോഡേൺ മാധ്യമങ്ങൾ എല്ലാം ശ്രദ്ധിക്കണം. ഇത് ലോകത്തുള്ള എല്ലാവരും, ഇപ്പം ഞാനീ പറയുന്ന കാര്യം ഒരു 47,000-50,000 പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഡയറക്റ്റായിട്ട്, ഇൻഡയറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അതവരോട് ആ ബോധ്യം വേണ്ടേ? എൻ്റെ ഭാഷയിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ബോഡി ലാംഗ്വേജിൽ ആ റെസ്പോൺസിബിലിറ്റി വേണ്ടേ? വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശാസ്ത്ര സാങ്കേതികത്വത്തിൽ നിന്ന് മാറ്റി നിർത്തരുത്. അവരെ കൂടെ കൊണ്ടുപോകണം. അരമണിക്കൂർ നേരം അവർ മൊബൈൽ ഫോൺ, അതിലെ നൂതനങ്ങളായ കാര്യം കണ്ടു പഠിക്കട്ടെ. മൊബൈൽ ഫോൺ വിളിക്കണമെന്നോ ഇത് കാണണമെന്നല്ല, അതിനകത്ത് റിസർച്ച് ചെയ്യാമെന്നേ. അവരെ പഠിപ്പിക്കണം. മൊബൈൽ ഫോൺ എടുക്കൂ, അതിനകത്ത് ഉണ്ട്, ആരും ചോദിക്കുക എന്താണ് ഈ രാജ്യം നടക്കുന്നത്, ഹു ആർ ദി പ്രസിഡൻറ്റ് ഓർ അല്ലെങ്കിൽ ലീഡേഴ്സ് ഓഫ് ദി സോ കൺട്രീസ് എന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചെറിയ ക്ലാസ്സിൽ അങ്ങനെ. അത് കഴിഞ്ഞ് നൂതനങ്ങളായ ഇൻവെൻഷൻസ്. അല്ലെങ്കിൽ ഞാനെപ്പോഴും ചെയ്യാം, ഒബാമയുടെ പ്രസംഗം സ്ഥിരമായി അനുധാവനം ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും പുതിയ പ്രസംഗം എവിടെ നമ്മൾ അടിച്ചു ചോദിച്ചാൽ അത് അന്നേരം വരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ. അവരെല്ലാവരുടെയും ഈ കാലഘട്ടത്തിൽ നാം അറിയേണ്ടുന്ന ഒത്തിരി കാര്യം നടക്കുന്നുണ്ട്. അതുപോലെ ഇറാൻ US ഇസ്രയേൽ വാർ, റഷ്യൻ ഉക്രൈൻ വാർ, എന്താ അതിൻ്റെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താ അതിനകത്ത്, അതൊക്കെ നമുക്ക് പഠിക്കാം, ചോദിക്കാം, അതിൻ്റെയൊക്കെ കാരണങ്ങൾ ചോദിക്കാം. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ കുട്ടികൾക്ക്. അതുകൊണ്ട് അവരെ മുറിയടച്ചിടരുത്. നിങ്ങളെന്നാ ഈ പറയുന്നത്? TV-യും കാണിക്കുന്നില്ല, പത്രവും വായിപ്പിക്കുന്നില്ല, ഒന്നുമില്ല. നിങ്ങളുടെ മുറി വളച്ചിരുന്ന കുട്ടിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഒരു നാൾ അവൻ 18 വയസ്സാകുമ്പം 20 വയസ്സാകുമ്പോൾ അവൻ ഈ സമൂഹത്തിലോട്ടല്ലേ ഇറങ്ങേണ്ടത്. അപ്പോൾ അവന് കാലയെ കൂട്ടി പരിശീലനം കൊടുക്കണം, അവനെ ബോധ്യപ്പെടുത്തണം ഇന്നത് നല്ലത്, ഇന്ന് മോശം, ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിക്കണം. അതുപോലെ ബിഹേവിയർ, നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നവരിപ്പോൾ കുറവാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പം നമ്മളെങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു മുതിർന്ന ആൾ വരുമ്പോൾ അയാളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണം. അത് നമ്മുടെ കടമയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയെ വാർത്തെടുത്തെങ്കിൽ അവർ സമൂഹത്തിന് ഉത്തമ പൗരനായി തീരത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ഞാൻ പറയുന്നില്ല. ഓക്കെ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ അവർ ചെറിയ പ്രായത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ചെറിയ പ്രായത്തിൽ തന്നെ നീന്തൽ പഠിപ്പിക്കണം. ചെറിയ പ്രായത്തിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കണം. അതിന് നൂതനമായ അവസരങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതോടൊപ്പം ഫിസിക്കലായിട്ട് അവനെ കരാട്ടയോ കങ്ഫു കളരിയോ പഠിപ്പിക്കണം. അതിനുശേഷം അവൻ വീണ്ടും വളർന്നു വരട്ടെ. പത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു IAS ടോപ്പറിൻ്റെ 5 പത്രമാണ് ഡെയിലി വായിക്കുക. 5 പത്രം. പക്ഷേ 5 പത്രം അയാൾ എത്ര സമയം എടുക്കും? 2 മണിക്കൂറില്ലേ? ഇല്ല, 20 മിനിറ്റ്. എനിക്ക് പത്രം വായിക്കാൻ 3 മിനിറ്റാണ്. കാരണം അതിനകത്തെ കണ്ടകടച്ചാദ്യമൊന്നും നമ്മൾ നോക്കുന്നില്ല. ഹെഡ്ലൈൻസ്, പിന്നെ ആക്സിഡൻ്റാണ്, എന്ത് ആക്സിഡൻറ്റ്, അല്ലെ ഏത് പ്രധാനമന്ത്രി എവിടെ വന്നു, എന്ത് ഇൻവെൻഷനാണ് നടന്നത്, സ്പോർട്സ്. ചരമം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, എന്നാൽ വേണം ശ്രദ്ധിച്ചു. അത് മുഴുവൻ കുത്തിയിരുന്ന് വായിക്കാനല്ല ഞാൻ പറയുന്നത്, നമുക്ക് ആവശ്യമുള്ള. ഓക്കെ, ഇത്രയും മതി, അങ്ങനെ അങ്ങ് പോവാം. പക്ഷേ 5 പത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും 5 മുതലാളിമാരുടെ ആറ്റിറ്റ്യൂഡ്. ഇന്ത്യയിലെ പത്രമാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇന്ന് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വീക്ഷണക്കാരുടെ കൈകളിലാണ്. സ്വതന്ത്രമാണെന്ന് തോന്നും, പക്ഷേ
അത്ര സ്വതന്ത്രമൊന്നുമല്ല. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അരിച്ചെടുക്കണം. നമ്മുടെ മതനിരപേക്ഷതയും നമ്മുടെ പൗരസ്വാതന്ത്ര്യമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കണം. കരാട്ടെ, കുങ്ഫു ഓർ കളരി. അതിനുശേഷം ഡ്രൈവിങ്. മോട്ടോർ ബൈക്കും സ്കൂട്ടറും കാറും മാത്രം പോരാ, JCB, അതുപോലെ തന്നെ ടിപ്പർ, ഹെവി വണ്ടികൾ, ഇതൊക്കെ പഠിപ്പിക്കണം. എന്നുവെച്ചാൽ ഒരു +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവനൊരു സർവസജ്ജനായൊരു യുവ അല്ലെങ്കിൽ യുവതി ആയിരിക്കണം. പിന്നീട് അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വന്തം ജീവിതമാണ്. അതിൽ പേരൻസൊന്നും വലിയ കാര്യമില്ല. ഇനി അങ്ങനെ കാര്യമുണ്ടെന്ന് ഏതെങ്കിലും പേരൻറ്റ് വിചാരിച്ചാൽ അവനൊരു മണ്ടനാണ്, മണ്ടിയാണ്. കാരണം അവനവൻ്റെ ജീവിതം ആസ്വദിച്ച് അവരവന് പോവുക. കുഞ്ഞുങ്ങളെ 18 വയസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം അവനാണ് നോക്കേണ്ടത്, അല്ലേ? +2 കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവൻ നോക്കണം. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ ഉഴപ്പിയൊക്കെ പോരുന്നത്. ഡോക്ടറാകാൻ അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹത്തിലല്ല പെടുന്നത്, അവൻ്റെ ആഗ്രഹത്തിന് പോകണം. എൻജിനീയറാകണം, അവൻ്റെ ആഗ്രഹത്തിന് പോകണം. അവൻ ഏത് വശം തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിലായിരിക്കണം. മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തപ്പം എനിക്കുണ്ടായൊരു തോന്നലാണ് ഇപ്പോൾ പറഞ്ഞത്. അത് ശരിയാകണമെന്നില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു ശാസ്ത്ര സത്യത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയെ മറച്ചു വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുമോ? എല്ലാം പഠിക്കണം, പഠിപ്പിക്കണം, സുസജ്ജരായിരിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.